രാജ്യത്തിൻ്റെ പകുതി വെട്ടിമാറ്റി കൊണ്ടുപോയതല്ലേ. അന്ന് ഈ പറഞ്ഞ കേരളത്തിലെ മുസ്ലിംസ് ഒരു ഭാഗം പാകിസ്ഥാന് വേണ്ടി വാദിച്ചവരല്ലേ. പിന്നെ നിങ്ങൾ ധാർമ്മികമായിട്ട് എന്താ അവകാശമുള്ളത്? പിന്നെ തരുന്ന ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് ഔദാര്യം അങ്ങനെ തന്നെ കാണേണ്ടി വരും. BJPക്ക് ഇതുവരെ അത് എൻഗാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെയും പറ്റിയിട്ടില്ല. വലിയൊരു പരിധി വരെ ചിലപ്പോൾ അവർ ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നല്ലാതെ വലിയ രീതിയിലൊരു മൊബിലൈസേഷൻ BJP പോസിബിൾ ആയിട്ടില്ല. BJP ഇപ്പം കേരളത്തിലെ BJP കേരളത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിന് B ടീം പോലെയാണ്. പൊതുവേ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു ടീമിനാണ് രാജീവ് എടുത്തിട്ടുള്ളത്. അതായത് ജാതി നോക്കിയിട്ടില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം വളരെ സുപ്രധാനമായ 2 തിരഞ്ഞെടുപ്പുകളിലേക്ക് അടുക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. കേരളത്തിൽ ഹിന്ദു വോട്ടുകൾ വളരെ ശക്തമായ ധ്രുവീകരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിന് കാരണമായിരിക്കുന്നത്? ആരൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഗുണം പറ്റാൻ പോകുന്നത്? പരിശോധിക്കാൻ നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഇപ്പോൾ മുൻപ് എന്നത്തെക്കാളുമൊക്കെ തന്നെ കൂടുതൽ ഉദ്വേഗജനകമായിക്കൊണ്ടിരിക്കുകയാണ്. പയറ്റുന്ന അടവുകളിൽ നല്ലതുമുണ്ട്, തികച്ചും തള്ളിക്കളയേണ്ട കുറേയേറെ വിഷയങ്ങളും ഇപ്പോൾ പ്രചരണായുധമാകാറുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു വിഷയം വരുന്നത്, അതായത് ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം. അത്തരം ഒരു ഒരു ഫാക്ടർ എത്രത്തോളം ശക്തമായി നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ? ഇപ്പോൾ ആ ഫാക്ടർ സജീവമാണ്. അത് എത്രത്തോളം ധ്രുവീകരിക്കപ്പെടും എന്നുള്ള ഒന്നാമത്തെ ഒരു ചോദ്യം. പക്ഷേ ഹിന്ദു വോട്ടുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പൊതുവെ ഹിന്ദു വോട്ടുകൾ അങ്ങനെ ധ്രുവീകരിക്കപ്പെടാറില്ല. ഇപ്പോൾ ജയശങ്കർ സാറൊക്കെ പറയുന്ന ചില കാലഘട്ടങ്ങളിൽ CPM-ന് അനുകൂലമായി ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടു എന്ന് പറയാറുണ്ട്. അത് പൂർണ്ണമൊന്നല്ല, ഒരു 60% അങ്ങനെയൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ ചില സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഹിന്ദു ഒരിക്കലും അങ്ങനെ ധ്രുവീകരിക്കപ്പെടുന്ന ഒരു ഏകാത്മക ഐഡൻറ്റിറ്റിയായി കേരളത്തിൽ വന്നിട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് 75 to 80% ധ്രുവീകരിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ പല സംഭവങ്ങളും. UDF സംവിധാനം നിലനിന്നു പോയത് തന്നെ അത്ര ധ്രുവീകരണത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പം ആ ഒരു ധ്രുവീകരണത്തിന് ഒരു സൈഡിൽ എപ്പോഴും ഹിന്ദു ആണ് ഉണ്ടായിരുന്നത്. ഹിന്ദു വിരുദ്ധമായിട്ടുള്ളൊരു ധ്രുവീകരണമായിരുന്നു ബേസിക്കലി UDF സംവിധാനം ഉണ്ടായി വന്നത്. ആ നിലക്കൽ പ്രശ്നമുണ്ടല്ലോ, നിലക്കൽ പ്രശ്നത്തോട് കൂടിയിട്ട് അതിനെ പിന്നെ കളിച്ചവർക്ക് വലിയ അടിയായിപ്പോയി ആ പ്രശ്നം. ഒരു ഹിന്ദുക്കളുടെ ഒരു ഉണർവുണ്ടാക്കിയത്. അപ്പോൾ അതിനെതിരായിട്ട് ബേസിക്കലി ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ന്യൂനപക്ഷത്തിന് മൈനോറിറ്റിയുടെ പൊളിറ്റിക്കൽ കോalitionആയിരുന്നു UDF. ഇന്ന് അതിപ്പോൾ ആ ഒരു സാധനം മാറി അതിലൊരു പിന്നെ എലിമെൻ്റ് ആയിരുന്ന ക്രിസ്ത്യൻ വിഭാഗം മുസ്ലിംസിനെതിരെ തിരിഞ്ഞു. അപ്പോൾ അവർ സർക്കാർ ഇപ്പോൾ ഒരു ഹിന്ദുവായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് CPM-നും അതുപോലെ തന്നെ BJPക്ക് അനുകൂലമായ സമീപനം അവിടെ നിന്ന് വരുന്നത്. ആ രീതിയാ ധ്രുവി. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എപ്പോഴും ഈ പന്ത് എപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ കോട്ടിലാണ്. ഹിന്ദുക്കൾ, ഈഴവൻ, നായർ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അടിച്ചുകൊണ്ടിരിക്കും. അതിലേതെങ്കിലും ഒരു വിഭാഗം ഈ പറയുന്നത് പോലെ ഈ വിവാദത്തിൻ്റെ ആരെങ്കിലും കൂടി അവനവൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ഹിന്ദു എന്നുള്ള ഒരു പൊതുവായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നില്ല. അപ്പോൾ ഹിന്ദു എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടായി വന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും താല്പര്യമില്ല. ഹിന്ദു എന്നുള്ള ഒരു പൊതു ഐഡൻറ്റിറ്റി ഇവിടെ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള രാഷ്ട്രീയക്കാരുടെ കച്ചവടങ്ങളും തന്ത്രങ്ങളും നടക്കില്ല. ആ പൊളിക്കാനുള്ള പണി അവരെപ്പോഴും നോക്കും. ഇപ്പോൾ SNDP NSS തമ്മിൽ ഇപ്പം സുമാനായ സാറും വെള്ളാപ്പള്ളി നിൽക്കുന്ന സമയത്ത് 2 തവണ അവർ അലയൻസ് വന്നതാണ്. അത് ജെന്യൂൻ ആയിരുന്നു കേസ്. ലീഗ് 5ാം സ്ഥാനം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നോക്കൂ, അത് വന്നിട്ട് ഏതാനും മാസങ്ങൾക്ക് അവർ രാഷ്ട്രീയക്കാർ പൊളിച്ചു കളഞ്ഞു. അതിൽ രാഷ്ട്രീയക്കാരാണ് വിളിച്ചത്. ഉമ്മൻചാണ്ടി സാറാണ് വിളിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. വെള്ളാപ്പള്ളി സാധനം കുത്തിയിളക്കുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു ഐക്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ വലിയൊരു മൂവായിരുന്നു. പേടിച്ചു പോയില്ലേ എല്ലാവരും? പേടിച്ചു പോയില്ലേ? കാരണം വെച്ചാൽ ഈ മുസ്ലിങ്ങളിപ്പം ജനസംഖ്യ ആനുപാതികം ഞങ്ങൾക്ക് ഇത്ര വേണമെന്നൊക്കെ പറഞ്ഞാണല്ലോ ഈ സംഭവം വന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചും പലതും ചോദിക്കേണ്ടി വരും. ഈ രാജ്യത്തിൻ്റെ പകുതി വെട്ടിമാറ്റി കൊണ്ടുപോയതല്ലേ. അന്ന് ഈ പറഞ്ഞ കേരളത്തിലെ മുസ്ലിംസ് ഒരു ഭാഗം പാകിസ്ഥാന് വേണ്ടി വാദിച്ചവരല്ലേ. പിന്നെ നിങ്ങൾ ധാർമ്മികമായിട്ട് എന്താ അവകാശമുള്ളത്? പിന്നെ തരുന്ന ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് ഔദാര്യം അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഭരണഘടനയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊളിറ്റിക്സിൽ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ ഉത്തരേന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ എത്ര മുസ്ലിങ്ങളുണ്ട് നിയമസഭയിൽ? ഭരണഘടനാ കാര്യങ്ങൾ പറയും, പക്ഷെ പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ വേറെ രീതിയിലായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. 4 മന്ത്രിസ്ഥാനം കിട്ടാൻ വലിയ കാര്യം തന്നെയാണ്.
പിന്നെ ക്രിസ്ത്യാനിയൊക്കെ കിട്ടുന്നതാണെങ്കിൽ ക്രിസ്ത്യൻസ് ആ സമയത്ത് കേരളത്തിലെ വലിയ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിരുന്നു ക്രിസ്ത്യാനി. പ്രമുഖ നേതാക്കന്മാർ പലരും ക്രിസ്ത്യാനികളായിരുന്നു. അതുകൊണ്ട് അവർക്ക് അന്ന് പെർമനൻസ് കിട്ടി. മനസ്സിലായില്ലേ? അതെ. അപ്പം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ നമ്മൾ പൊതുവേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളിലൊരു അങ്ങനെ ഒരു വലിയൊരു വളർച്ച നമ്മൾ സാമ്പത്തികമായിട്ടോ ഒന്നും കാണുന്നില്ല. അപ്പം നായർ കമ്മ്യൂണിറ്റി ഈ ഭൂപരിഷ്കരണത്തിന് ശേഷം ബേസിക്കലി അവർ ഏതാണ്ട് തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് കേരളത്തിൽ. ചില ലാൻഡഡ് പ്രോപ്പർട്ടി ചിലർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ഭാഗ്യം. വേറൊരു വിഭാഗം എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണസിൻ്റെ കാര്യമൊക്കെ വളരെ കഷ്ടം. നിങ്ങൾ ചില അഗ്രഹാരങ്ങളൊക്കെ പോയി നോക്കണം. ഈഴവ കമ്മ്യൂണിറ്റിയാണ് ഒരുപക്ഷെ സോഷ്യൽ മൊബിലിറ്റി കുറച്ചെങ്കിലും പോസിബിൾ ആക്കിയിട്ടുള്ളത്. പക്ഷെ അതും കുറച്ച് ഗവൺമെൻറ് ജോബുകൾ കൂടുതൽ കിട്ടി എന്നുള്ളതുകൊണ്ടും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചില പിന്നെ എന്താണ് AV അനൂപിനെയൊക്കെ പോലുള്ള കുറേ ബിസിനസ്സുകാർ ഈ നന്ദിരത്ത് കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ചിലരൊക്കെ ഉയർന്നു വന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ നിങ്ങൾ പോത്തങ്കോട് തൊട്ടിട്ട് തൃശ്ശൂർ വരെയുള്ള ഈഴവ ബെൽറ്റ് എന്ന് നമ്മൾ ശരിക്കൊരു ഈഴവ ബെൽറ്റ്, ആ ഒരു മിലിറ്റൻ്റ് ബെൽറ്റ് എന്ന് പോത്തങ്കോട് തൊട്ട് ഈഴവ പിന്നെ ഇവിടെ വരെയാണ്, പിന്നെ തൃശ്ശൂർ വരെയുള്ള ബെൽറ്റാണ് സ്പിരിറ്റ് ഉള്ളത്. അങ്ങോട്ട് ഈഴവരുണ്ട് ഇങ്ങോട്ട് ഈഴവരുണ്ട്. പക്ഷേ സ്പിരിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഈഴവ വോട്ട് ബാങ്കിൻ്റെ ഒരു കളി കാണാൻ പറ്റിയ ഏരിയയിലാണ്. അപ്പം അവിടെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാനപ്പെട്ട സ്വാധീനമുള്ള 2 സ്ഥലങ്ങൾ, ഒന്ന് ആലപ്പുഴ ഒന്ന് കൊല്ലവും. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. കുറച്ചാളുകളും ഗവൺമെൻറ് ജോബൊക്കെ കിട്ടിയെന്ന് തന്നെ ഭൂരിപക്ഷവും ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. കുറച്ച് പേര് ഗൾഫിലൊക്കെ പോയി ജീവിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ഈ അനാചാരങ്ങൾ പലതും കൂടോത്തം പോലുള്ള സാധനങ്ങൾ വളരെ വ്യാപകമാണ്. ബ്ലാക്ക് മാജിക് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഗുണ്ടകൾ ഏത് കമ്മ്യൂണിറ്റിയാണ് എന്ന് നിങ്ങൾ നോക്ക്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണം ഇവർ പൊതുവേ വളരെ കമ്മിറ്റഡ് മിലിറ്റൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. അവർ ചില രാഷ്ട്രീയക്കാർ വളർന്നതിന് അവരെ നേതാക്കന്മാർ നേരെ മക്കൾ നേരെ കോയമ്പത്തൂരോ അല്ലെങ്കിൽ ബോംബെയിലോ പിന്നെ ഫ്രാൻസിലോ അമേരിക്കയിലോ പോയി പഠിക്കും. ഈ സാധാരണക്കാരൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവരെ കൂട്ടത്തിൽ ക്രൈം ഉയർന്നു വരുന്നു, എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് താഴോട്ട് വരുന്നില്ല. അതേസമയം തൊട്ടിപ്പുറത്തുള്ള 2 കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഗ്ലോബൽ കമ്മ്യൂണിറ്റീസാണ്. അപ്പം ഗൾഫിലും അമേരിക്കയിൽ നിന്നൊക്കെ പോയിട്ട് ജോലി നേടുന്നു. അവർക്ക് സാധാരണ എളുപ്പമാണ്. ഈ കമ്മ്യൂണിറ്റി ഒരു ഘടകമാണ് അതിൽ. ഓക്കെ. മാത്രമല്ല ആ ക്യാഷും പല തരത്തിലുള്ള ഫണ്ടും അവരെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് ഉത്തരേന്ത്യയിലെ മുസ്ലിംസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. ഇവിടെ ഉള്ളവർക്കത് അറിയാം. അവരെ കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ. ഫണ്ടൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ചില ആളുകളാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ കേരളത്തിൽ കഴിഞ്ഞ 50 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളർന്ന് ഗ്ലോബലായി, മുസ്ലിം കമ്മ്യൂണിറ്റി വളരെയധികം മുന്നോട്ട് പോയി ഇവിടെ തന്നെ വളരെ പവർഫുള്ളായി മാറി. ഇവിടെ തന്നെ പവർഫുള്ളായി മാറി. ഹിന്ദു ഏതാണ്ട് ഇതിൻ്റെ കോരം ചേർന്ന് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ അടച്ച് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു സർവേ ഇപ്പം നടത്താത്തത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഇവിടെ മുന്നോക്ക കമ്മീഷൻ ഉണ്ടല്ലോ. മുന്നോക്ക കമ്മീഷൻ എന്തുകൊണ്ടാണ് മുന്നോക്കക്കാരിലെ പിന്നോക്കാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സർവേ നടത്താത്തത്? ശരിയാണ്. നമ്മളെ വീട്ടിൽ തെളിവില്ല. ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പം കണ്ട അനുഭവത്തിൻ്റെ പുറത്താണ് ഞാനീ പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ ബ്രാഹ്മണസിൻ്റെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. പല രാജകുടുംബങ്ങൾ, ഇപ്പോൾ പേരിന് മാത്രമേ രാജകുടുംബമുള്ളൂ. പത്മരാജൻ്റെ ഒക്കെ ചില സിനിമകളുടെ ഇതിവർക്ക് ഇത്തരം കുടുംബങ്ങളാണ്. ഞാൻ ആ സിനിമയൊക്കെ പോകുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ നടത്തുന്നില്ല? അപ്പോൾ രാഷ്ട്രീയക്കാർ പറഞ്ഞ് ലിപ് സർവീസ് മാത്രം ചെയ്യുന്നു. അവരാരും തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നില്ല. അങ്ങനെ അഡ്രസ്സ് ചെയ്താൽ ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ നമുക്ക് മുന്നോട്ട് പോകും. ഇപ്പോൾ വർഗീയത ഒരു സാമൂഹ്യ പ്രശ്നമാണ്. വർഗീയത ഒരു മതത്തിലുള്ള പെട്ടതുകൊണ്ട് നമുക്കൊരാളോട് വിരോധം തോന്നുന്നതല്ലല്ലോ വർഗീയത. ഒരേ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരേ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യമാണെന്നും, അതായത് സെക്യുലർ നോൺ സെക്യുലറായ താല്പര്യം ഒന്ന് തന്നെയാണെന്നും, മാത്രമല്ല ഇതര സമുദായങ്ങളും തങ്ങളുടെ ശത്രുക്കളാണെന്നുള്ള വിചാരമാണ്. ഇതുണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതുണ്ടാകുന്ന സാമ്പത്തികമായ അന്തരത്തിൽ നിന്നാണ്. ചിലർ പീഡിപ്പിക്കപ്പെടുന്നു, ചിലർ അവഗണിക്കപ്പെടുന്നു തോന്നലിനാണ്. ഇതിൽ നിന്ന് എപ്പോഴും ഒരുമിച്ച് നിന്ന് ശക്തി ആർജിച്ച് അങ്ങനെ തിരിച്ചടിക്കാൻ ശ്രമിക്കുക ആരാണ്? അതെപ്പോഴും അങ്ങനെ ശ്രമിക്കുക നമ്മുടെ ഇവരാണ്. അവർ പിന്നെ കൂടുതലുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദുക്കൾ കേരളത്തിൽ പ്രധാനമായിട്ടും 2 വോട്ട് ബാങ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈഴവ കമ്മ്യൂണിറ്റി നല്ലൊരു പങ്കും കമ്മ്യൂണിസ്റ്റുകാരും, നായസ് പൊതുവെ കോൺഗ്രസും ആയിരുന്നു. അതായത് 2 പ്രധാനപ്പെട്ട അതിന് താഴെയുള്ള മറ്റു SC/ST കമ്മ്യൂണിറ്റി പൊതുവേ അവർ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്നതാണ്. അപ്പം ഈഴവ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്നവരാണ്. അങ്ങനെ നിന്നുകൊണ്ടിരുന്നവരാണ്. അപ്പം ഇവർ നിന്നുകൊണ്ട് എങ്ങനെയാണ് നാളെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള എന്താണ് ഞങ്ങളെ ഇവർ എംപവർ ചെയ്യുന്നുള്ള ഫീലായിരുന്നു. എംപവർ കേരളത്തിൽ പൊതുസമൂഹം നന്നായതിൻ്റെ ഒപ്പം അവർ നന്നായിട്ടുണ്ട്. പക്ഷേ ഓരോ വ്യക്തിനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഈ ഗൾഫ് പണം കൊണ്ടോ അല്ല, അവർ ഗൾഫ് പണം എന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ വെറുതെ ഷെയ്ഖിനോട് കാശ് മേടിച്ചുണ്ടാക്കിയല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. ടോയ്ലറ്റ് ചെയ്യും ഒക്കെ ഉണ്ടാക്കിയതാണ്, കോൺക്രീറ്റ് പണിക്ക് പോയൊക്കെ. അതേപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും
വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ഉം, ഉം. SC ST കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബാങ്ക് പണയം വെക്കാൻ അവർക്കൊരു തുണ്ട് ഭൂമി പോലും ഇല്ല. പലരും പെന്തക്കോസിലേക്ക് മതം മാറിയിട്ടൊക്കെയാണ് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നതും. പിന്നെയാണെങ്കിൽ ഇവിടെ പെന്തക്കോസ് കൂടാൻ ഒരു കാരണം അതാണ്. ഞാൻ പോസിറ്റീവായി പറയാറുണ്ട് പലപ്പോഴും, ഞാൻ മതപരിവർത്തനത്തിന് എതിരാണെങ്കിൽ പോലും. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് വന്ന മൂന്നാമത്തെ ജനറേഷനിലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ഈ മറ്റ് സമുദായത്തിലെ പിള്ളേർ വളരെ പോഷായിട്ട് വരുന്നു. അവർ സ്വിഫ്റ്റ് കാറിൽ അവരെ കൂട്ടാൻ വരുന്നു. അവരുടെ കയ്യിൽ ഏറ്റവും പുതിയ iWatch ഉണ്ട്, iPhone ഉണ്ട്. ഇവർക്ക് അതൊന്നും ഇല്ല. ഈ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് പതുക്കെ പതുക്കെ ഒരു മതപരമായ അസ്തിത്വത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. ആ ഒരു പ്രോസസ്സ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ BJPക്ക് ഇതുവരെ അത് എൻഗാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെയും പറ്റിയിട്ടില്ല എന്നാണോ? പറ്റിയിട്ടില്ല. വലിയൊരു പരിധി വരെ ചിലപ്പോൾ അവർ ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നല്ലാതെ വലിയ രീതിയിലുള്ള മൊബിലൈസേഷനിൽ BJP പോസിബിൾ ആയിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങൾ പറ്റി, തൃശ്ശൂർ പറ്റിയിട്ടുണ്ട്. ഇപ്പം എറണാകുളം ഇവിടെ നിങ്ങളെ പോത്തൻകോടൊക്കെ മുരളി മത്സരിച്ചപ്പോൾ സംഭവിച്ചിട്ടുണ്ട്, ആറ്റിങ്ങൽ. പിന്നെ മറ്റേ സ്ഥലം ഏതാണ്, ആലപ്പുഴ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള കോൺസെൻട്രേഷനിലേക്ക് അത് പോയിട്ടില്ല. ഇതിപ്പം വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഈ ജാതി അല്ലെങ്കിൽ മതം എന്നുള്ള ഈ സംഭവം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സെൻസിറ്റിവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് എക്സ്ട്രീം എൻഡിലേക്ക് കൊണ്ടുപോകാതെ ഒരു 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 ഇടവഴിയിലൂടെ അത് പരിഹരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒരു വളരെ സമാധാനത്തോടുകൂടി അത് പരിഹരിച്ചെടുക്കാനുള്ളൊരു ശ്രമമായി അതിനെ കണ്ടുകൂടെ? സമാധാനത്തിലൂടെ പരിഹരിക്കണമെങ്കിൽ പുറത്ത് വന്നിട്ട് നിങ്ങൾ എക്സംപ്ലറിയായിട്ട് സംസാരിക്കരുത്, എക്സ്പ്ലോസീവായി മാറരുത്, ഉള്ളെന്ന് നിൽക്കണം. NSS പല വിഷയങ്ങളും ഇടപെടാറുണ്ട്. അത് അവസാനം അവിടെ തീർന്നില്ല മാത്രമാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിക്കൽ ഒരു കുറിപ്പ് കൊടുക്കൂ. പലപ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയുക കൺസിസ്റ്റൻസി കാണിക്കുകയോ ആ ഒരു ഔചിത്യം കാണിക്കുകയോ വേണം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇപ്പം വെള്ളാപ്പള്ളി സാറിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം പല കാര്യങ്ങളും പറ്റിത്തൊന്ന് പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞ് പെട്ടെന്ന് എടുക്കുന്ന ഈ ടേൺസ് കാണുമ്പോൾ എനിക്ക് അയ്യെന്ന് തോന്നാറുണ്ട്. എന്നാൽ തുഷാറിനെ വരെ എനിക്ക് അത്ര വലിയ അപ്രീസിയേഷൻ ഇല്ലാത്ത ഒരാളായിരുന്നേ. പക്ഷെ തുഷാർ പൊളിറ്റിക്സ് എൻ്റർ ചെയ്ത് ഇന്ന് വരെ തുഷാർ കൺസിസ്റ്റൻ്റ് ആണ്. തുഷാർ അല്ലാതെ ഇൻ ബിറ്റ്വീൻ അങ്ങോട്ട് കൊണ്ട് ചാടിയിട്ടില്ല. അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി പ്രധാനമാണ്. പക്ഷെ ഇതിലെല്ലാം ഉപരിയായിട്ടാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ മനസ്സിൽ പൊതുവായിട്ട് കുറേ ആശങ്കകളും പ്രതീക്ഷകളും എല്ലാം വരുന്നത്. അതെ, നിലവിൽ കുറേയേറെ പുതിയ പിള്ളേർ ആശങ്കകൾ വന്നിട്ടുണ്ട്. എപ്പോഴും കാലത്ത് പുതിയ പിള്ളേർ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒന്ന് മടിച്ചു നിൽക്കുന്ന പഴയ തലമുറ പിന്നീട് അവരുടെ കൂടെയും ചേരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു മാറ്റം, ആ ഒരു കാര്യം ഇപ്പം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി കടബാധ്യതയുള്ള ഒരു കമ്മ്യൂണിറ്റി ഇപ്പം ഇതൊന്നും കണക്ക് നിങ്ങൾ ഇവിടെയുള്ള ഏജൻസികൾ നടത്തേണ്ട, എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിന്ദുസാണ്. കാരണം ഇപ്പം ലോൺ കിട്ടാൻ പല ഏജൻസികളും വളരെ എളുപ്പം ലോൺ കൊടുക്കുന്നുണ്ട്. പല ഓൺലൈൻ ആപ്പുകൾ പലതും തട്ടിപ്പാണ്. അവ വളരെ വലിയ എക്സോബിറ്റൻ്റ് ആയിട്ടുള്ള പലിശയൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ വേറെ പലതിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തും. നമ്മൾ പലിശ തിരിച്ചടച്ചു കഴിഞ്ഞാലും അന്നപ്പോഴത്തേക്ക് ആ സൈറ്റ് ബ്ലോക്ക് ആയിരിക്കും. പിന്നെ വിളിച്ച് തെറി വിളിയാണ്. എന്നിട്ട് നമ്മൾ അത് ചെയ്യുന്നു. അപ്പോൾ സാധാരണക്കാരൊക്കെ വീണു, നമ്മളെത്തൊന്നും നടക്കില്ല, പക്ഷെ സാധാരണക്കാർ വീണു പോകും. പിന്നെ ഈ പറയുന്ന പോലെ പുതിയ ഫോണ്, അതുപോലെ തന്നെ പുതിയ ബൈക്ക്, ഇതൊക്കെ സാധാരണ വീട്ടിലെ ഒരു ഇപ്പോൾ നിങ്ങളെ പോത്തൻകോടൊക്കെയുള്ള ചില കോളനിയിൽ പിള്ളേർ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ഡ്യൂക്കിൻ്റെയൊക്കെ 2 ലക്ഷത്തിന് 3 ലക്ഷത്തിൻ്റെ ബൈക്കാണ്. ഇതെങ്ങനെ ബാലൻസ് മേടിച്ചു കൊടുക്കും? ഞാനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു വിവോയുടെ ഫോണാണ്. വിവോയുടെ പരസ്യമല്ല, പക്ഷേ പല പിള്ളേരുടെ കയ്യിലുള്ളത് A1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനിയുണ്ട്. ഇതൊക്കെ ലക്ഷക്കണക്കിന് ഫോണാണ്. ഇത് സത്യം ബിയർ ചെയ്യാനുള്ള ശേഷി അവർക്കില്ല, പക്ഷേ എങ്ങനെയോ മേടിച്ചു കൊടുക്കുന്നു. ഇതിപ്പം മുസ്ലിംസോ ക്രിസ്ത്യൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പാരൻസ് ആരെയും ഗൾഫിലുണ്ടാവും. ഈ എടുക്കുന്ന ലോൺ അടയ്ക്കാനുള്ളൊരു സംവിധാനം അവർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെന്നാ പിന്നെ ഇവർക്ക് നാട്ടിൽ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുസ്ലിം കമ്പനി പ്രത്യേകിച്ച് അങ്ങോട്ട് അവർക്ക് എന്ത് ജോലി കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഹിന്ദു കമ്മ്യൂണിറ്റി ചില വിഭാഗങ്ങൾക്ക് അങ്ങനത്തെ ചില ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ ലോൺ ഇങ്ങനെ കയറി വന്നിട്ടേ വല്ലാണ്ട് ഇത് ശമ്പളത്തെക്കാളും കൂടുതൽ ലോണാവുന്ന അവസ്ഥയാണ്. അപ്പം നമ്മൾ അത്തരം പരസ്യങ്ങളും ഈ പരസ്യങ്ങളെല്ലാം അപ്പോൾ ഇവർ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പത്തുള്ള ഇവരെക്കാട്ടും മോശമായിരുന്ന മുസ്ലിം ഗൾഫിൽ പോയിട്ട് ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി വലിയ വീടൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇവരെക്കാട്ടും മോശമായിട്ടുള്ള ഒരാൾ ഈ പെന്തക്കോസ്തിലേക്ക് മതം മാറിയിട്ട് ഒരു പയ്യനായി രക്ഷപ്പെട്ട് അവർ വലിയ വീടൊക്കെ അവർക്ക് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവരെ മനസ്സിലറിയാതെ ഒരു മത്സരം വരികയാണ്. ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോഴാണ് ഈ ലോൺ ഏജൻസികൾ വരുന്നത്. അപ്പോൾ ഈ ഏജൻസി നമ്മൾ പരസ്യം കൊടുത്തും കാര്യമില്ല. അപ്പോൾ അവർ ഇതിൻ്റെ കൊണ്ട് തലയിൽ വെച്ചൊരു അവസരം ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. ഇത് ഹിന്ദു കമ്മ്യൂണിറ്റി വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ ഭക്ഷണശാലകളൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. ഈ നല്ല കച്ചവടം നടക്കുന്നുണ്ട് അവിടെ. പക്ഷേ ഞാൻ പലപ്പോഴും നമുക്ക് പലർക്കും അതിനുള്ള അത്രയും ഭക്ഷണം മേടിച്ച് കഴിക്കുക, അത്രയും കോസ്റ്റ്ലി ഫുഡ് കഴിക്കാനുള്ള വരുമാനമൊന്നും പലർക്കും ഇല്ല. പിന്നെ ഈ പൈസ എവിടെ നിന്ന് വരും?
അപ്പം ഇത് കള്ളപ്പണം അതും ഇതൊന്നും അല്ലേ, ഹിന്ദുക്കൾ ഇവിടുന്ന് കള്ളപ്പണം കൊണ്ടുവരാൻ. അപ്പം അത് ബിസിനസ്സുകാരുടെ ഇടയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ലോണും കിട്ടാവുന്നത് എല്ലാം ലോണ് വേണ്ടി 100% കൂടുതലൊക്കെ ലോണ് കിടക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പലതരത്തിലുള്ള ഒരു 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 മാനസികമായിട്ടുള്ള ഡൗൺ രാഹുൽ ഈശ്വർ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. പിന്നെ ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഈ പറയുന്ന ലവ് ജിഹാദ് പോലെയുള്ള അല്ലെങ്കിൽ എന്താണ് കുരിശുയുദ്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഒരു പെൺകുട്ടി പെൺകുട്ടി കോളേജിൽ മറ്റേ പോകുന്നു. അപ്പോൾ അവളെ സ്നേഹിക്കുന്ന ഒരു ഹിന്ദു പയ്യനുണ്ടാവും, അവനെ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അവൻ ബസ്സിലായിരിക്കും, അല്ല ഓൾഡ് ജനറേഷൻ ബൈക്കിലായിരിക്കും, CD100 ആയിരിക്കും. അപ്പോൾ ചുറ്റുമുള്ള മറ്റു സമുദായത്തിൽപ്പെട്ട ഈ പോഷ് വണ്ടികൾ ഡ്യൂക്കോ അല്ലെങ്കിൽ ബുള്ളറ്റിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഏജ് ഒരു ഘടകമാണല്ലോ, സിനിമയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇൻഫാക്ച്വേഷൻസിന് അത് കാരണമാവും. അപ്പോൾ ഇത്തരം ഈ പെൺപിള്ളേരുടെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ പെൺപിള്ളേർ എന്താ പറയുക, ഇത്തരം വിഷയങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയെ പൊതുവെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇതൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്, നമ്മൾ സൂക്ഷ്മമായി നോക്കിയാലേ പറ്റുള്ളൂ. പലരും അത് അഡ്രസ്സ് ചെയ്യാത്തത് ഒന്ന് ഈ പറയുന്നതിന് അഡ്രസ്സ് ചെയ്യാൻ വർഗീയമായി പോകുന്നുള്ളൊരു പേടി കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് അങ്ങനെ അങ്ങ് പോവും, സ്റ്റാറ്റസ് അങ്ങനെ നമുക്ക് തോന്നുന്നതാണ്. ഇതെല്ലാം ഒരു പൊട്ടിത്തെറിയിലെത്തിയിട്ട് നമ്മളത് ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊക്കെ ഈ ഒരു സ്ഥിതിവിശേഷം എനിക്കൊന്ന് പല പല ന്യൂക്ലിയസാണ്. ഒട്ടേറെ ഓരോ കുടുംബത്തിൻ്റെയും ചിന്താഗതി ഇങ്ങനെ തന്നെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് വർഗീയമായൊരു വിഷയമായി മാറുമോ എന്നൊരാശങ്ക കൊണ്ട് ആരും തുറന്നു പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ സാഹചര്യം തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഒരു വോട്ടായി മാറുമോ? തുറന്ന് പ്രകടിപ്പിച്ചില്ല എങ്കിലും ഞാൻ പറഞ്ഞത് CPM സംബന്ധിച്ചിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ പിണറായി അട്ടേൻ്റെ കണ്ണ് കണ്ട ആളാന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ലേ. പിണറായി ചെയ്യുന്ന സത്യത്തിൽ ഇൻഡയറക്റ്റ്ലി ഇത്തരം ഹോപ്സ് ആൻഡ് ആസ്പിറേഷനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ K-ഫോൺ ഫ്രീ ഇൻ്റർനെറ്റ് സർവീസാണ് പല സ്ഥലത്തും. അതുപോലെ റോഡുകളൊക്കെ നന്നായി കൊടുത്തിട്ടുണ്ട്. പിന്നെ റോഡുകൾ പക്ഷേ റോഡുകളുടെ അവസ്ഥ പലപ്പോഴും റോഡുകളൊക്കെ നന്നായി മറ്റ് തമിഴ്നാടിനൊക്കെ വെച്ചൊക്കെ നല്ല റോഡുകളാണ് നമ്മൾ. നാഷണൽ അവിടെ മഴ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഈ നാഷണൽ ഹൈവേയിൽ വലിയ പോഷൻ ഉണ്ടാവില്ല എന്നല്ലാതെ നമ്മൾ കന്യാകുമാരിയൊക്കെ ഉൾനാട്ടിലൊക്കെ പോയി അതിനെക്കാട് എത്ര നല്ല റോഡാണ് ഇവിടെ. റോഡുകൾ നന്നായി വരുന്നുണ്ട്. K-ഫോൺ പിന്നെ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ചില പ്രധാനപ്പെട്ട കേസുകളിൽ ആദ്യ സമയത്തൊക്കെ നല്ല നടപടികൾ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സമൂഹത്തിന് പൊതുവെയുള്ള ഒരു ആശങ്കകൾ പരിഹരിക്കുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് ആ സമയത്ത് അപ്പം ഒരു ബൂത്തിലോട്ട് പോകുമ്പോൾ പിന്നെ ആര്യനെയൊക്കെ പോലുള്ള യുവാക്കളെ അല്ലെ രാജേഷിനെ പോലെ ആര്യനെ പോലെയുള്ള ഇപ്പോൾ മാവേലിക്കര MLA ചെറുപ്പക്കാരനാണ്, അല്ല തിരുവമ്പാടി MLA, ഇങ്ങനെയുള്ള യുവാക്കൾ MLA-മാരും മന്ത്രിമാരെയൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ കുറേയൊക്കെ ഈ പുതിയ പിള്ളേരുടെ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചാൽ ആ ഇലക്ഷൻ അവർ അത് ബൂത്തിൽ പോകുന്ന സമയത്ത് CPM BJP കോൺഗ്രസ് അപ്പോൾ ഈ പിള്ളേർ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ബെറ്റർ പെർഫോമൻസ് CPM ആണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടുന്നുണ്ട്. ഈ ഹിന്ദു വോട്ടുകളുടെ ഒരു ധ്രുവീകരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യം, ഈ പറഞ്ഞ കേസുകളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ലൈഫിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ അട്ടയുടെ കണ്ണ് കണ്ട പിണറായി വിജയൻ അതിനനുസരിച്ച് ഓരോന്നിനെയും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വോട്ട് കൂടുതലായി ഇനിയും ഹിന്ദു വോട്ട് CPM-നൊപ്പം തന്നെ നിൽക്കും എന്ന് തന്നെയാണോ കരുതുന്നത്? അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ അടുത്ത ലോക്സഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ നോക്കി കഴിയുമ്പോൾ അത് CPM-ന് അനുകൂലമായി വരാനാണ് സാധ്യത. പക്ഷേ ലോങ് ടൈമിൽ അങ്ങനെ ആവണമെന്ന് എനിക്കില്ല, ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനൊരു കാലഘട്ടമുണ്ട്. പിണറായി ചിരഞ്ജീവി അല്ലല്ലോ. അതിനുശേഷം വരുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, അദ്ദേഹം VS എന്നൊക്കെ താഴെ തട്ടുന്ന അടിച്ച് എന്താണ് കയറി വന്നവരാണ്. താഴെ തട്ടുന്ന അവർക്കത് അറിയാം, പക്ഷെ ആ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് പല മഹാന്മാരായ ഭരണാധികാരികൾക്ക് ശേഷം പിന്നെ ഉണ്ടാകുന്നത് ടോട്ടൽ പ്രളയമാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ RSS പോലുള്ള സംവിധാനം വേണം. CPM പണ്ടങ്ങനെ സംവിധാനമാണ്, ഇന്നങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ അഡ്രസ്സ് ചെയ്തു വരുന്ന വിഷയങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും കേരള സമൂഹത്തിൽ ശക്തമായി അടിത്തട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തിരശ്ശീലേക്ക് പിന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ശരിയായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ, ചെയ്യുന്നത് ആര് എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഭരിക്കുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കും. കേന്ദ്രം ഭരിക്കുന്ന BJP ഈ ഒരു വിഷയത്തിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങി ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്? BJP ഇപ്പം കേരളത്തിലെ BJP കേരളത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിന് B ടീം പോലെയാണ്. കാരണം ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണേ BJP മൊത്തം ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് രാജീവിനെ അങ്ങോട്ട് വിട്ടെന്ന് തോന്നുന്നു. രാജീവ് ഈ പറയുന്ന ഭൂമി കുലുക്കാൻ പറ്റുണ്ടായി, രാജീവിന് വല്ല കുലുക്കമുണ്ടോ? ഇന്നിപ്പോൾ എന്തൊരു അർത്ഥസമരം നടത്തിയെന്ന് കേട്ടു. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യണം.
അതിനുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബുദ്ധിപരമായ നീക്കമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന് തോന്നുന്നു. ഈ ഇഷ്യൂസിന് ബേസ്ഡ് ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ അതെ അതെ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം, വേടനെ മറ്റേ കഞ്ചാവ് കേസ് പിടിച്ചു. കഞ്ചാവ് കേസ് പിടിച്ച് കുറച്ച് നേരം മനസ്സിലായി, വേടൻ നിങ്ങളെ മോനോട് ചോദിക്കേണ്ടി, അവന് നമ്മൾ ഈ പണ്ടത്തെ പാട്ടുകളൊക്കെ അല്ലേ, മറ്റേ എന്താണ് ബാലഗോപാലൻ എണ്ണ തേപ്പിക്കുന്നത്, അന്ന് അവനെ പരിചയം ഉണ്ടാവില്ല. പക്ഷേ വേടൻ്റെ പാട്ട് അവന് ബൈ ഹാർട്ടായിരിക്കും. ആ ഏജ് ഗ്രൂപ്പിൽ വേടൻ ഭയങ്കര സ്വാധീനമുള്ള കക്ഷിയാണ്. അശ്വന്ത് ഗോക്ക് സ്വാധീനമുള്ള കക്ഷിയാണ്. അപ്പം വേടനെ അന്ന് അറസ്റ്റ് ചെയ്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രി തന്നെ വേടനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കാരണം എന്താണ്, വേടൻ്റെ സ്വാധീന ശക്തി എന്താ എനിക്ക് പോലും അറിയില്ലായിരുന്നു. അന്നപ്പാണ് മനസ്സിലായത്, അദ്ദേഹത്തിന് മനസ്സിലായത്. അതുപോലെ അശ്വന്ത് ഗോക്ക് ഇവിടെ പഴയ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ സ്വാധീനമുള്ള സിനിമക്കാരെ പല അപഹസിക്കുന്ന ഒരാളാണ്. ഇൻഡസ്ട്രിക്ക് തന്നെ അയാൾ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. പക്ഷേ അയാളുടെ പലരും കംപ്ലൈൻറ്റ് കൊടുത്ത് ആക്ഷൻ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ പുതിയ പിള്ളേർ അയാളുടെ റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബുൾജെറ്റ് ആദ്യം വലിയ പ്രശ്നമുണ്ടായി, ഇപ്പോൾ അവന്മാരെ വിട്ടല്ലോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്, അത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മളീ പറഞ്ഞ പ്രശ്നങ്ങൾ ശാശ്വതമായതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല. അവിടെയാണെന്ന് BJP വ്യത്യസ്തമായ പ്ലാനുമായിട്ട് വരുന്നത്. BJPക്ക് വ്യത്യസ്തമായൊരു പ്ലാൻ ഉണ്ടോ? ശാശ്വതമായൊരു ലോങ് ടേം പ്ലാൻ ഉണ്ടോ? രാജീവിനുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ വിജയം. അതുകൊണ്ടാണ് അവർ ഈ ജാതി മതവും നോക്കാതെ ഇപ്പം പുനഃസംഘടന നടത്തിയത്. അപ്പോൾ അതിൽ വെള്ളാപ്പള്ളി പറയുന്ന കരയോഗം സംഭവം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നല്ലത് അത് വെച്ചാൽ ജാതിയാണ് ഹിന്ദുക്കളെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജാതീയമായി ചിന്തിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും ആ ഡിവൈഡ് കൂടി വരികയുള്ളൂ. അതുകൊണ്ടാണ് പൊതുവേ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു ടീമിനാണ് രാജീവ് എടുത്തിട്ടുള്ളത്. അതായത് ജാതി നോക്കിയിട്ടില്ല. അത് നിങ്ങൾ നോക്കി, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് എത്ര പെണ്ണുങ്ങൾക്ക് ഗുണമുണ്ടായി? അതായത് കേരളത്തിൽ ദളിത് വിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് കെ കരുണാകരൻ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് ഏതായാലും ജയശങ്കർ സാർ പറയുന്നു. അദ്ദേഹത്തിന് അതിൽ നല്ല ധാരണമുള്ളതാണല്ലോ. വേദ കുട്ടപ്പനെ പോലെ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ് പന്തളം സുധാന സാർ, അവരൊക്കെ ഉണ്ടായിരുന്നില്ല. അവരെക്കാട്ടും ഗുണം കിട്ടിയാല ഇവരുണ്ടായ സമയത്താണ്, അങ്ങനെ ആയിരുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ജാതി നോക്കി ഏതിച്ചു കൊടുത്താൽ അവർ അതുകൊണ്ട് രക്ഷപ്പെടുന്നല്ലാതെ ആ സമുദായത്തിനൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ കെ ബാബു ഭയങ്കര ഈഴവനാണ്. പക്ഷേ കെ ബാബു ഈഴവർക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും അവിടെ നാട്ടിൽ പ്രിയപ്പെട്ട ഒരാൾ. അപ്പോൾ കെ ബാബുവിൽ അത് കേൾക്കൊണ്ട് ഈഴവർക്ക് എന്താ പ്രത്യേക ഗുണം കിട്ടുമായിരിക്കും. പക്ഷേ ആ നാട്ടിൽ എല്ലാവർക്കും ഗുണം കിട്ടും. കെ ബാബു ഭയങ്കര പോപ്പുലറാണ് അവിടെ. അതെ. തീർച്ചയായിട്ടും ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം, ഒപ്പം തന്നെ പൊളിറ്റിക്കലി ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇഷ്യൂ കൂടിയാണിത്. ഇത് അവർക്കൊരു കേക്കാണ്. ഈ കേക്ക് ആര് ഏറ്റവും നന്നായി മുറിക്കുന്നുവോ അവർക്ക് അതിൻ്റെ രുചി ആസ്വദിക്കാൻ സാധിക്കും. അതിൽ പിണറായി വിജയൻ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. ഈ വിഷയത്തെ കുറേ ലോങ് ടേമായി പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതിയുണ്ടോ എന്നുള്ള സംശയമാണ്. അക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരും BJPയും RSSും വളരെ ശക്തമായ തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഗ്രൗണ്ട് വർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. വരും ദിവസങ്ങളിലും ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ? കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.